കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 9 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാണ് ബി.ജെ.പി പോയത്. അത് ആ 12 പേര് 9 പേരുടെ പേര് ഞാനിപ്പോ പറയാം. 117 എം.പിമാർ ബി.ജെ.പിയിലേക്ക് പോയി, 215 എം.എൽ.എമാർ ബി.ജെ.പിയിലേക്ക് പോയി. കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന പ്രവീണിനെ വ്യക്തിപരമായൊക്കെ അറിയാവുന്നതുകൊണ്ട് പ്രവീണൊന്നും ബി.ജെ.പി പോയില്ല എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ 2 മക്കൾ ഇപ്പൊ ബി.ജെ.പിയില. കെ കരുണാകരന്റെ മകൾ പത്മജ ബി.ജെ.പി പോയി, ഇവിടെ എ കെ ആന്റണിയുടെ മകൻ ബി.ജെ.പി പോയി. പിന്നെ ഈ വേറൊരു കാര്യം, പ്രവീൺ നേരത്തെ പൊതിഞ്ഞു വെച്ച് പറഞ്ഞല്ലോ, UDFന്റെ പ്രതിനിധി വന്നിട്ട് പൊതിഞ്ഞു വെച്ചാ പറഞ്ഞു. എന്താ പറഞ്ഞത്? കെ.സി. വേണുഗോപാൽ ജയിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്താ അത് പറഞ്ഞതിന്റെ കാരണം പറഞ്ഞില്ല. എന്താ കാര്യം? രാജസ്ഥാനിലെ രാജ്യസഭാ മെമ്പറാണ് കെ.സി. വേണുഗോപാൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് പോയി എന്താ പറഞ്ഞത്? ഒരുപാട് ചുമതല എനിക്കുണ്ട്, സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോയ ആളാ. ഇപ്പോ രാജ്യസഭാ മെമ്പറായി 2.5 വർഷത്തിൽ കൂടുതൽ അവിടെ രാജസ്ഥാനിലുണ്ട്. രാജ്യസഭയിൽ അല്ല 2.5 വർഷം രാജ്യസഭയിൽ 4 സീറ്റിന്റെ വ്യത്യാസമാണുള്ളത്. രാജ്യസഭയുടെ പ്രാധാന്യം അറിയാത്തവരാണ് ഇവര്. പ്രവീൺ ആദ്യം തന്നെ പറഞ്ഞപ്പോ എന്താ, രാജ്യസഭയിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രാജ്യസഭയിൽ ഭൂരിപക്ഷം വന്നാൽ ഇവിടെ ഈ രാജ്യത്തെ ഈ ഭരണഘടന ഇവർ പൊളിക്കും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ പ്രവീൺ പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയണ്ട. മിണ്ടായിരിക്കും, പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അവസരമാണ്. മിണ്ടാതിരിക്കും. ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 1 മാസം മുമ്പാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവരുടെ തലമുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വിയെ 6 കോൺഗ്രസിന്റെ MLA തോപ്പിച്ചു, രാജ്യസഭയിൽ തോപ്പിച്ചു. പിന്നെ രാജ്യസഭയിൽ സീറ്റ് പിടിക്കാൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ എറിഞ്ഞ് ഈ പണിയെല്ലാം ചെയ്യും. അതിന് സഹായിക്കുന്ന പണിയാണ് കെ.സി. വേണുഗോപാൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.